ഹായ് ഡിയേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് വിഷുവിനൊക്കെ പറ്റിയ ഒരു തീമിൽ വരുന്ന ഒരു ടോപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഡെയിലി ഇടുന്നില്ല, അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യാൻ പറയണത്. അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കുറേ പേരൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലിൽ, കോട്ടൺ എന്ന് പറഞ്ഞാലൊരു മൽച്ചന്തേരിയൊക്കെ പോലത്തെ ഒരു മെറ്റീരിയലിൽ നല്ല രസത്തിൽ ലേസ് വർക്കും അതുപോലെ തന്നെ ഒരു പാനൽ കട്ടിലുമാണ് ഈ കുർത്തി വരുന്നത്. പാനൽ കട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ, നമ്മുടെ യോക്ക് ഏരിയ ഇത്രയും കഴിഞ്ഞിട്ട് താഴത്തേക്ക് പാനൽ അടിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. 12 പാനലാണ് വരുന്നത്. തന്നെ പിന്നെ ഒരു ബോർഡർ വർക്കിൽ ഒരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട്. സെയിം ഇതിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത്. ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ബോർഡർ പാൻറ്റിനും കൊടുത്തിട്ടുണ്ട്. ഷാൾ വരുന്നത് മൽമല്ല് വരുന്ന ഷാളാണ്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഇതൊരു അങ്ക്രക്ക സ്റ്റൈലിലാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഇത് എങ്ങനെയാണ് പോകുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ചലം പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വരുന്നത്. അതുമാതിരി തന്നെ സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് മീഡിയം ആണെങ്കിലും മീഡിയം ഇച്ചിരി ലൂസാണ്, ഒരു എല്ലിൻ്റെ സൈസിലേക്ക് ഉണ്ട് മീഡിയം കേട്ടോ. ബാക്കിയൊക്കെ എല്ലാം ഏകദേശം നോർമലാണ്, ഒട്ടും കുറവില്ല, ഒരു പൊടിക്ക് മുന്നോട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഒരു ഫീച്ചർ വരുന്നത് കേട്ടോ. ഇതേ ബോട്ടത്തിന് കണ്ടോ, ഇവിടെ ബോർഡർ ഒരു യെല്ലോ ബോർഡറാണ്, താഴേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. നല്ല രസമുള്ളൊരു ഇതാണ്. ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷൻ കണ്ടിട്ട് ക്രീം ഗ്രീൻ യെല്ലോ ഒരു കണിക്കുന്ന ആ ഒരു തീമിലേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് വിഷു കളക്ഷനിലേക്കും യൂസ് ചെയ്യാം. അല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇച്ചിരി ഹെവി ആയിട്ട് ഇടേണ്ട സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു XXL സൈസാണ് കേട്ടോ. M, L, XL, XXL സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഞാൻ കാണിക്കാം. ഇതുണ്ടോ, നല്ല രസമായിട്ട് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അങ്ക്രക്ക പാറ്റേണിലാണ് പോകുന്നത്. ഇതിൽ മെറ്റീരിയൽ വന്നിട്ട് സെൽഫായിട്ട് ഇതിനകത്തൊരു ത്രെഡ് വർക്കും എക്സ്ട്രാ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതുള്ളത് ഒരു അതിൻ്റെ സെയിം തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള പ്രിൻ്റാണ്. താഴത്തേക്ക് ഇതുപോലെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഈ പുറകിലേക്ക് അതിൻ്റെ ലേസ് വർക്കില്ല, ഫ്രണ്ടിലാണ് ലേസ് വർക്ക് പോയിട്ടുള്ളത്. ഉള്ളിൽ ഇതിൻ്റെ കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുറകുവശം എന്താ ഇങ്ങനെ വരും. ഒരു സെൽഫായിട്ടുള്ളൊരു ബുട്ട പോലെ ഒരു വർക്ക് പോകണണ്ട. ഇങ്ങനെയാണ് ഓവറോൾ ടോപ്പ് വരുന്നത്. സ്ലീവ് ഇതാ ഇങ്ങനെ വരും. സ്ലീവിന് നമുക്ക് അത്യാവശ്യം ഒരു 17 ഇഞ്ചിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ടോപ്പ് വരുന്നത്. ബോട്ടം വന്നിട്ട് ഫുൾ ഇലാസ്റ്റിക് ആണ്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കോട്ടൻ്റെ ആണ് പാൻറ്റ് വരുന്നത്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജിൽ ഇതേമാതിരി തന്നെ ഇതിനോട് മാച്ച് ആവുന്ന രീതിയിൽ ഒരു ആ ഗ്രീനിൻ്റെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ വരും കേട്ടോ. ഒരു ഇച്ചിരി നമുക്ക് ഇച്ചിരി ലൂസായിട്ടുള്ള ടൈപ്പിലുള്ള പാൻറ്റാണ് വരുന്നത്. നമുക്ക് കാണുന്നുണ്ടോ, കണ്ടോ, അത്ര ടൈറ്റുള്ള ടൈപ്പല്ല, ഒരു ലൂസായിട്ടുള്ള ഒരു ടൈപ്പിൽ വരുന്ന പാൻറ്റാണ്. നല്ല രസമാണ്. പിന്നെ ഷാള് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൽച്ചന്തേരിയിൽ അല്ലെങ്കിൽ ഒരു മൽമല്ല് വരുന്ന ടൈപ്പിൽ വരുന്ന ഷോളാണ്. M2XXL. പ്രൈസ് വരുന്നത് 1599 ആണ് കേട്ടോ. 1599 രൂപയാണ് വരുന്നത്. നല്ല രസമുള്ളൊരു പാർട്ടി വെയർ ആയിട്ടുള്ളൊരു കളക്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. അടുത്തത് വരുന്നത് ജീൻസിൻ്റെ ടോപ്പാണ് കേട്ടോ. കുറേ പേര് നമ്മളൊരു XXL സൈസിൽ കുറച്ച് ലെങ്ത്തുള്ള ടൈപ്പ് കൊണ്ടുവരാൻ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു സൈസിൽ കിട്ടാറില്ല. ഇപ്പോൾ ഇത് നമുക്കൊരു ട്യൂണിക് സ്റ്റൈലിൽ വരുന്നതാണ്. ഇച്ചിരി മെറ്റീരിയൽ വൈസ് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് ക്ലോത്താണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ നെക്ക് പാറ്റേൺ കണ്ടോ, ഇങ്ങനെ 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 ഒരു
ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഒരു പിൻടെക്സ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. നെക്ക് പാറ്റേൺ കേട്ടോ. നമുക്കിതിങ്ങനെ തലവഴി കടത്താം. എന്നിട്ടൊരു 3 ടയറായിട്ടാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് പോയിട്ടുള്ളത്. ഇതിന് ലെങ്ത്ത് വരുന്നത് ഒരു 34 സംതിങ് ലെങ്ത്ത് ഉണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഏകദേശം മുട്ടിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ലെങ്ത്ത് ഉള്ളവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇത് സൈസ് വന്നിട്ടുള്ളത് XXL ആണ് കേട്ടോ. XXL സൈസസിലാണ്. XXL എന്ന് പറഞ്ഞാൽ കറക്റ്റ് 44 അല്ലെങ്കിൽ ഒരു 43 കിട്ടുമായിരിക്കും ഓൾമോസ്റ്റ് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇതിന് ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കട്ടി ഓൾറെഡി ഇത് നല്ല കട്ടിയുള്ളത് തന്നെയാണ്. പിന്നെ നമുക്കൊരു ലൈനിങ്ങിൻ്റെയും ഇത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇച്ചിരി കൂടി കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ വരും. പുറകുവശം ഇങ്ങനെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 699 ആണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലൊരു ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ 3 കളർ ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ള. ഫസ്റ്റ് വരുന്നത് ഇതൊരു ആഷും ബ്ലൂവും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ് കേട്ടോ. ബ്ലൂ ആഷെന്നോ ആഷ് ബ്ലൂന്നോ അങ്ങനെയൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറാണ്. XXL ആണ് സൈസ് ചാർട്ട് വരുന്നത്. മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അടുത്തത് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു യെല്ലോൻ്റെ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു കളറാണ് കേട്ടോ. ഇങ്ങനെ വരുവേ. നെക്ക് ഇങ്ങനെ 2 പുറകിലേക്കും ഇതേപോലെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് കളർ വരുന്നത് ഇതാണ്. തേർഡ് കളർ വരുന്നത് ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല ലെങ്ത്തിൽ കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. ജീൻസിൻ്റെ ടോപ്പിന് നമുക്ക് നല്ല എൻക്വയറി ഉള്ളതാണ്. അപ്പോൾ ഇന്ന് XXLകാർക്ക് വേണ്ടി ഈ 3 കളറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ലെങ്ത്തുള്ള ടൈപ്പാണ് കേട്ടോ. അടുത്ത കളക്ഷൻ കാണാം. അടുത്തതും വരുന്നത് ജീൻസിന് ഇടാൻ പറ്റുന്നൊരു ടോപ്പാണ്. ജീൻസിന് മാത്രമല്ല, ഇത് ടോപ്പ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. കാരണം ഇതിന് ഏകദേശം ഒരു 38-38.5 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ടോപ്പ് മാത്രമായിട്ട് ഒരു വൈറ്റ് ഷൂസൊക്കെ ഇട്ട് അടിപൊളിയാണ് കേട്ടോ. ഇത് വരുന്നത് ഒരു ഹക്കോബയാണ് കേട്ടോ. ഹക്കോബയിലൊരു ഡിജിറ്റൽ പ്രിൻ്റാണ്. നല്ല രസമുള്ളൊരു വൈറ്റിൽ പിങ്കും വയലറ്റും ഗ്രീനൊക്കെ കൂടിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. നെക്ക് പാറ്റേൺ വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. പുറകിലേക്ക് സിബ് കൊടുത്തിട്ടുണ്ട്. ഇവിടം വരെ നമുക്ക് സിബ് വരുന്നുണ്ട്. പുറകു വശം പ്ലെയിൻ ആണ് കേട്ടോ. ഹക്കോബയുടെ വർക്കില്ല. ഫ്രണ്ടിലാണ് ഹക്കോബയുടെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്ലീവ് വരുന്നതും നോർമലാണ്. എന്നിട്ട് ഇവിടെ ഒരു എഡ്ജിലൊരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കണ്ടോ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു ടോപ്പാണ്. 2 സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ഇത് XL സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. സെറ്റ് വരുന്നത് മുഴുവൻ XL സൈസിൻ്റെയാണ് കേട്ടോ. ഇതാണ്ടോ ഇവിടെ XL എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. എന്നിട്ട് ഇവിടം വരെ നമുക്ക് നോർമലായിട്ടാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് ഇതും വന്നത്. ഞാൻ പറഞ്ഞല്ലോ ജീൻസിന് ഇച്ചിരി ലെങ്ത്ത് ഉള്ള ടൈപ്പ് ടോപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ട്യൂണിക്സിലേക്ക് എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് മാത്രമായിട്ടും യൂസ് ചെയ്യാം. ഒരു ഷൂസൊക്കെ ഇട്ടാൽ നല്ല സ്റ്റൈലനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്കൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട്. കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പുറക് ഹക്കോബയല്ല, നോർമലിൽ ഈ പ്രിൻ്റാണ് പോകുന്നത്. ഓക്കെ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ് കേട്ടോ. XL സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഗംഭീര കളക്ഷനാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഹക്കോബ പല പാറ്റേണിൽ കൊണ്ടുവരാറുണ്ടെങ്കിലും ഇത് ഇച്ചിരി പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഹക്കോബയാണ്. സാധാരണ വരുന്നത് ഫുട്ബോൾ ഹക്കോബ എന്നിട്ടൊരു വട്ടത്തിൽ പോലെ പാറ്റേൺ വരുന്നത്. ഇച്ചിരി പ്രീമിയം ലെവലിലാണ്. ഇത് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ കോളർ നെക്ക് വരുന്നത് ഇങ്ങനെ ഒരു കോളർ നെക്ക് വന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ. ഇതിവിടെ സ്റ്റിച്ചഡ് ആണ്. നമുക്ക് അങ്ങനെ പൊന്തി നിൽക്കൊന്നുമില്ല. പുറകിലേക്ക് കറക്റ്റ് യു നെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ പ്രിൻസസ് കട്ടിലാണ് പോകുന്നത്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിനൊരു വൈറ്റ് ആംഗിൾ പോലത്തെ ഒരു ബോട്ടാണ് വെയർ ചെയ്തിട്ടുള്ളത്. നമുക്കിത് ബോട്ടം ഇല്ലാതെയും വെയർ ചെയ്യാം സിമ്പിളായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഷൂസിൻ്റെ ഒക്കെ കൂടെ വെയർ ചെയ്യാൻ കിട്ടില്ലെന്നൊരു ഐറ്റമാണ് കേട്ടോ. നല്ലൊരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ടോപ്പാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 899 ആണ്. മീഡിയം, ലാർജ്, XL, XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് 45 ഇഞ്ച് ലെങ്ത്തും സ്ലീവിന് ഒരു 15
15 ആ റേഞ്ചിലേക്ക് വരും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ഭാഗം. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ. ഞാനിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇതുണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഒരു ഹക്കോബോ, നല്ല പൂവിൻ്റെ ഡിസൈനിലാണ് അതിങ്ങനെ പോകുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ വരും. സ്ലീവിൻ്റെ എഡ്ജിൽ ഈ ഭാഗത്ത് കട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. പുറകുവശം ഇതേപോലെ തന്നെ സെയിം മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ആണോ, പ്രിൻസസ് കട്ടിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഡെപ്തിലേക്ക് തന്നെ പോക്കറ്റ് പോകത്തക്ക രീതിയിലാണ് വരുന്നത് കേട്ടോ. ഉള്ളിൽ കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലേക്ക് ഇതെങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കായിട്ട് ഓരോ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടി ഒരു സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നല്ല സ്റ്റൈലൻ ഒരു പ്രീമിയം കുർത്തിയാണ് കേട്ടോ. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നമുക്ക് ഭയങ്കര സെയിലുണ്ടായിരുന്ന നമ്മുടെ ഒരു ഹോട്ട് സെല്ലിങ് പ്രൊഡക്റ്റ് എന്ന് പറയാം. എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. നമ്മളിതൊരു 3-4 പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൂ, ബ്ലാക്ക്, റെഡ് അങ്ങനെയുള്ള എല്ലാ കളേഴ്സിലും. അപ്പോൾ ഇതിൻ്റെ ബിഗ് സൈസുകാർ നമ്മളോട് ചോദിക്കാറുണ്ട്, എപ്പോഴും നിങ്ങൾ ഈ XXL സൈസ് മാത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബിഗ് സൈസുകാർക്ക് ഇതൊന്നും ഇടണ്ടേ? ഞാൻ എപ്പോഴും പറയും, നമുക്ക് സ്റ്റിച്ചിങ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളിത് ഹാൻഡ് പിക്ഡ് കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം നമ്മളത് എടുത്തു കൊണ്ടുവരുന്നു. അപ്പം അതിന് ഏതൊക്കെ സൈസസ് ആണോ അവൈലബിൾ ആ സൈസ് മാത്രം നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് സൈസിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ബിഗ് സൈസുകാർക്ക് വേണ്ടിയാണ്. 3XL, 4XL, 5XL, 6XL അങ്ങനെ 4 സൈസ് ചാർട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു ബിഗ് സൈസുകാർക്കും ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഇടാൻ പറ്റാത്തൊരു വിഷമം വേണ്ട. ഇത് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കും ഇങ്ങനത്തെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ കൊണ്ടുവരാത്തതെന്ന്. അപ്പോൾ ഇപ്രാവശ്യം നമുക്കത് അവൈലബിൾ ആയിട്ടുണ്ട്. സെയിം അന്ന് നമ്മൾ കൊണ്ടുവന്ന സെയിം പാറ്റേൺ ആണ് വരുന്നത്. ഇത് റൗണ്ട് നെക്കിലാണ് കേട്ടോ വരുന്നത്. റൗണ്ട് നെക്കിൽ ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. ഫ്രണ്ടിൽ എന്നിട്ട് ചെറിയൊരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് വെയർ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതൊരു പ്രീമിയം ലെവലിൽ വരുന്നൊരു റയോണാണ്. അതിനകത്തുണ്ട് ഇച്ചിരി ഗ്ലേസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള പോലത്തെയാണ്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ 3XL ആരും ഇനി ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് 3XL ആണ് കേട്ടോ. അപ്പോൾ ആംപിറ്റ് 46, 48, 50, 52 ആ റേഞ്ചുകാർക്കാണ് വരുന്നത്. ഇത് 46 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട്. സ്ലീവ് ഒരു 15-16 റേഞ്ചിലേക്ക് ഇട്ട് എന്നിട്ട് ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ മടക്കി ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല, കട്ടിയുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഇത് 2 കളർ ഷെയ്ഡ്സിലും നമുക്ക് ഈ പറയുന്ന ബിഗ് സൈസുകാർക്ക് അവൈലബിൾ ആണ് കേട്ടോ. 3XL to 6XL. ഇത് വരുന്നത് റെഡ് കളറാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ കൊടുത്തിട്ട് ഇവിടെയും ഇങ്ങനെ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഫ്രണ്ടിലേക്ക് ഒരു കട്ടിങ് വരുന്നത്. സെക്കൻഡ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ഇങ്ങനൊരു യൂനെക്ക് പോലെയാണ് വരുന്നത്. കുറേ പേർക്ക് നമ്മൾ 4 പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടും സാധനം കിട്ടിയിട്ടുണ്ടായില്ല. ഇപ്പം ചെറിയ സൈസുകാർ ചോദിച്ചാൽ നമ്മുടെ കയ്യിലില്ല. ബിഗ് സൈസുകാർക്ക് മാത്രമേ ഉള്ളൂ. 3XL മുതൽ 6XL വരെ കേട്ടോ. എൻ്റെ പുറകുവശം ഇതേ പ്രിൻ്റ് തന്നെയാണ്. ഇട്ടാൽ നല്ല രസമാണ്, നല്ല കംഫർട്ടായിരിക്കും. നമുക്ക് അങ്ങനെ വണ്ണമൊന്നും തോന്നില്ല, ഒതുങ്ങി കിടന്നോളും. കാരണം അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. നമ്മളോട് ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് കുറേ പേര് മെറ്റീരിയൽസ് ചോദിച്ചായിരുന്നു. അപ്പം നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനകത്ത് കാന്ത ലൈൻസ് ഓവറോൾ എല്ലാത്തിലും കാന്ത ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള പ്രിൻറ്റുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സിൽവറിൻ്റെ 3-4 ബട്ടൺ പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ബട്ടൺ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ അങ്ങനെയാണ് വരുന്നത്. കാന്ത നല്ല കോട്ടൺ കാന്ത മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ഇത് നല്ല കട്ടിയുള്ളതാണ്. നമുക്ക് ലൈനിങ് ഇല്ലാതെയും ലൈനിങ് വെച്ചും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്ക്കാവുന്നതാണ്. പ്ലെയിൻ ബ്ലാക്ക് ആണ് കേട്ടോ ബോട്ടം വരുന്നത്. ഷാള് വരുന്നത് നല്ല രസമുള്ള ഒരു മൽമൽ കോട്ടണിലാണ് ഷാള് വരുന്നത്. എല്ലാത്തിൻ്റെയും പ്രിൻറ്റുകൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ബോർഡറിൽ ഇത് എങ്ങനെ വരും, ഒരെണ്ണം ഞാൻ നിവർത്തി കാണിക്കാം.
ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഞാൻ പ്രിൻറ്റ് കാണിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ എഡ്ജിൽ കണ്ട ഒരു ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആയതുകൊണ്ട് എക്സാക്റ്റ് കാണാൻ പറ്റുമോ എന്നറിയില്ല. എല്ലാ ഷാളിൻ്റെയും എഡ്ജിൽ ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഷാള് വരുന്നത്. ഓക്കെ, നല്ല രസമുള്ള ഷാളാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്, ഒട്ടും കട്ടിയില്ല, സുഖമായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. അങ്ങനത്തെയാണ്. ഇപ്പോൾ ഇതാണ് ഈ ഒരു ഇതിൻ്റെ ഷാളിൻ്റെ പ്രിൻറ്റ് വരുന്നത്. നടുക്ക് ഇങ്ങനെ ഒരു വട്ടം വട്ടം പോലെ പോയിട്ട് സൈഡിൽ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെറ്റ് വരുന്നത്. നല്ല രസമുള്ള പ്രിൻ്റാണ്. പ്രൈസ് വരുന്നത് 900 ആണ് കേട്ടോ. 900 ആണ് വരുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ബോട്ടാണെങ്കിലും അതെ, ടോപ്പാണെങ്കിലും. ടോപ്പ് കാന്താല് വരുന്നതാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രിൻ്റ്. ഇതിൻ്റെ അടുത്ത കളക്ഷൻ കാണിക്കാം. അടുത്ത കളക്ഷൻ ബോട്ടം എല്ലാത്തിനും പ്ലെയിൻ ആണ് ബോട്ടം. അതിനി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് ഇങ്ങനെ വരെ. അടുത്തതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെയാണ്. അതിനും ഇതുപോലെ തന്നെ ഒരു സിൽവറിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റ് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വൈറ്റിലായതുകൊണ്ട് നിങ്ങൾക്ക് എക്സാക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ആ ഒരു ഫ്രണ്ടിൽ നമ്മളിവിടെ ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തിട്ട് 4 സിൽവറിൻ്റെ ഒരു ബട്ടൺ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതും കാന്താലയനിൽ വരുന്ന വേറൊരു പ്രിൻ്റാണ്. ഇതിൻ്റെ ഷാള് വരുന്നത് ഇതാ ഇങ്ങനെ വേറൊരു പൂവിൻ്റെ ഡിസൈനാണ് കേട്ടോ. ഇതിനും ലേസ് വർക്ക് എഡ്ജിൽ കൊടുത്തിട്ടുണ്ട്. ഷാൾ ഇത് ഇങ്ങനെ വരും കേട്ടോ. എഡ്ജിൽ വേറെ രണ്ടും നടുക്ക മെയിനായിട്ടുള്ളതും. ഇങ്ങനെയാണ് ഷാൾ വരുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് അതുപോലെ തന്നെ വേറൊരു പ്രിൻ്റാണ്. ചെറിയ ചെറിയ ഡിഫറൻസ് ആണുള്ളത് കേട്ടോ. ഇതിൻ്റെയും ഫ്രണ്ടിൽ ഇങ്ങനെ എല്ലാത്തിൻ്റെയും സെയിം ആണ്. ഇവിടെ എല്ലാത്തിനും 900 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഉണ്ടോ, തയ്ച്ചിട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. ബോട്ടം വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ആണ്. ഷാളിലും ഈ ടോപ്പിൻ്റെ പ്രിൻറ്റിലും ആണ് വ്യത്യാസമുള്ളത്. ഇതാണ് ഇതിൻ്റെ ഷാളിൻ്റെ ഒരു ഡീറ്റെയിലിങ് പോകുന്നത് കേട്ടോ. ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു ഷാളാണ്. ഓക്കെ, അടുത്ത 4ാമത്തെ പ്രിൻ്റ് ഇങ്ങനെയാണ്. അല്ല, ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ഷാള് വരുന്നത് വേറൊരു ടൈപ്പിലാണ്. എഡ്ജിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് പോകുന്നത്. എല്ലാത്തിനും ഷാളിൻ്റെ എഡ്ജിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 4 പ്രിൻറ്റിലാണ് സാരി മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. നല്ല രസമുള്ള കോട്ടൺ കാന്താല് വരുന്ന ചുരിദാർ മെറ്റീരിയലാണ്. 900 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ മേടിക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് മേടിക്കാൻ. ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. ഇന്ന പ്രിൻ്റ് തന്നെ നിങ്ങൾ വാശി പിടിക്കരുത്. ചിലത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും. അപ്പോൾ നമുക്കത് ഇല്ലെങ്കിൽ നെക്സ്റ്റ് പ്രിൻ്റെങ്കിലും എടുക്കാം കേട്ടോ. അടുത്ത കളക്ഷൻ കാണാം. അടുത്തത് വരുന്നത് ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് പോകുന്ന ഒരു സാരിയാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ ബോർഡറിൽ ഇതുപോലെ ചെക്ക് പാറ്റേൺ ആണ്. 2 ബോർഡറും അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. ബോർഡർ ഇങ്ങനെ ഒരു ചെക്ക് പാറ്റേൺ പോലത്തെയാണ് പോകുന്നത്. ഇതും ഒരു ഈസ്റ്റർ തീമിലേക്ക് വരുന്ന സാരിയാണ്. ഇതിൽ ഓവറോൾ ഇങ്ങനെ ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത്. ഞാൻ സാരി വേണ്ട, ഇതിൻ്റെ മുന്താണി വശം ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ ഇതുപോലത്തെ വീവിങ് ആണ്. ഇതിൻ്റെ ഈ വീവിങ്ങിലുള്ള പാറ്റേൺ ഇല്ലേ, ചെറിയ ചെറിയ പ്രിൻറ്റുകൾ, അതിൽ മാത്രമാണ് ബാക്കി നമ്മുടെ കയ്യിൽ സാരികളിൽ വ്യത്യാസം വരുന്നത് കേട്ടോ. ഇതുപോലെ ആ സെയിം കളറിലുള്ള കുഞ്ചലം ഇതിൻ്റെ സാരിയുടെ എഡ്ജിൽ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് കംഫർട്ടായിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റും. ഫ്ലീറ്റ്സ് എടുക്കുന്നതാണെങ്കിലും 1 സൈഡ് ഇടാനാണെങ്കിലും ഒക്കെ നല്ല കംഫർട്ടായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് സാരിയാണ് കേട്ടോ. അപ്പം ഞാനത് ഉടുത്ത് കാണിക്കുന്നില്ല, വൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉടുത്ത് കാണിക്കാത്ത കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വശത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും ഭാഗം തൊട്ടുള്ളത് ഫുൾ വർക്കാണ് പോകുന്നത്. ബാക്കി താഴത്തേക്ക് വരുമ്പോൾ താഴ്ഭാഗത്താണ് ഈ വർക്ക് വരുന്നത് കേട്ടോ. ഇതുണ്ടോ, താഴ്ഭാഗത്താണ് ആ വർക്ക് ഓവറോളായിട്ട് പോയിട്ടുള്ളത്. ഇങ്ങനെ മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ലൈറ്റിൻ്റെ ഷെയ്ഡും കൂടി അടിക്കുന്ന കാരണം എനിക്ക് ചിലപ്പോൾ എക്സാക്റ്റ് മനസ്സിലാവുണ്ടാവില്ല. ഓക്കെ, ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ.
ബോർഡർ ആ സെയിം ബോർഡർ വർക്ക് കൊടുത്തിട്ടുള്ള രണ്ട് എഡ്ജിലും ഈ സെയിം ബോർഡർ വർക്ക് കൊടുത്തിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 749 കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് ഈ ചെറിയ പ്രിൻറ്റിൽ വരുന്നതാണ്. ഞാനിതിൻ്റെ വേറെ കളേഴ്സ് കാണിക്കാം. അടുത്തത് ഞാൻ സാരീസ് നിവർത്തി കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു വീവിങ് മാത്രം കാണിക്കാം. നേരത്തെ അതേപോലെ തന്നെയാണ്. ഇപ്പോൾ നേരത്തെ കാണിച്ചത് ഇച്ചിരി കൂടി ചെറിയൊരു പ്രിൻ്റ് ആണെങ്കിൽ ഇതിനകത്ത് വരുമ്പോൾ വേറൊരു പൂവിൻ്റെ ഡിസൈൻ പോലെ കൊടുത്തേക്കണം കേട്ടോ. ഇതെല്ലാം ത്രെഡ് വർക്കാണ്. രണ്ട് എഡ്ജിലും ഇതുമാതിരി ബോർഡർ വർക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സെക്കൻഡ് പ്രിൻ്റ് വരുന്നത്. എല്ലാത്തിനും ഇതുപോലെ വൈറ്റ് ആൻഡ് ഗ്രീനിൽ വരുന്ന കുഞ്ചലമാണ് പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ. ഇത് മുന്താണിയുടെ വശമാണ്. ഇതാണ് ഓവറോൾ ആ വർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇതാണ് സെക്കൻഡ് വരുന്നത്. ഇനി തേർഡ് വരുന്നത് ഞാൻ കാണിക്കാം. ഇതുപോലെയാണ്. ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു ത്രെഡ് വർക്കിൽ ഉള്ള ചെറിയൊരു വ്യത്യാസം അത്ര മാത്രമേ ഉള്ളൂ. ബോർഡറും ബാക്കി എല്ലാ ഡീറ്റെയിലും സെയിം ആണ്. വിത്ത് ബ്ലൗസാണ്, പ്ലെയിൻ ആണ്. ബോർഡർ വർക്കുള്ള പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് മൂന്നാമത്തെ പ്രിൻ്റ് വരുന്നത്. അടുത്തത് നിങ്ങൾക്ക് ചെറിയ പ്രിൻ്റ് പ്രശ്നമില്ലെങ്കിൽ സാരി ഇതിലൊരു സാരി എന്നുള്ള രീതിക്ക് പറഞ്ഞാൽ മതി. ഇനി എല്ലാം എക്സാക്റ്റ് ആ പ്രിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്രാമത് കാണിച്ചതാണെന്നൊന്ന് മെൻഷൻ ചെയ്താലും മതി കേട്ടോ. നമുക്ക് ചിലപ്പോൾ വളരെ മൈന്യൂട്ടായതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഇതിങ്ങനത്തെ ഒരു പ്രിൻ്റാണ് കേട്ടോ. എല്ലാത്തിനും സെയിം ആണ് കുഞ്ചലം പോലത്തെ വർക്ക് വരുന്നത്. ഇതണ്ട, കുഞ്ചലം എല്ലാത്തിനും സെയിം ആണ് കേട്ടോ. മുന്താണി വശത്ത് ഫുള്ളായിട്ട് വർക്കാണ്. ബ്ലൗസ് പ്ലെയിൻ ആണ് വരുന്നത്. ഓക്കെ, എല്ലാത്തിൻ്റെയും പ്രൈസ് 749 രൂപയാണ്. നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇത്രയും കളക്ഷൻസാണ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത്. സാരിയും മെറ്റീരിയലും ഭയങ്കര രസമായിട്ടുള്ള 3 പീസ് സെറ്റും ടോപ്പിൻ്റെ കളക്ഷനും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. കാരണം ഏത് ഐറ്റം പലർക്കും പല റിക്വയർമെൻറ്റാണ്. എല്ലാവരും നമുക്ക് ഒരുപോലെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് പറ്റാവുന്ന വിധത്തിൽ കുറച്ചേശ്ശെ കാണിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു ഐറ്റത്തിൻ്റെ ഇൻഡിവിജ്വലി വീഡിയോ ഇടുമ്പോൾ പലർക്കും അത് ആവശ്യമില്ലാത്തതാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് പലരും റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ കളക്ഷൻസും എല്ലാവർക്കും കാണാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഇന്നതിൻ്റെ ആണെങ്കിൽ അതിൻ്റെ കളർ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയക്കുക. കൂട്ടത്തിൽ സൈസും കൂടി മെൻഷൻ ചെയ്യാം. നമ്മൾ ഇന്ന് ഓർഡർ എടുത്താൽ പിറ്റേ ദിവസം പാക്ക് ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുക. നിങ്ങൾക്ക് DTDC ആണോ പോസ്റ്റിലാണോ വേണ്ടതെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാം കേട്ടോ. നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത കളക്ഷൻസായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.